വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. എന്താ പ്രശ്നം വെച്ചാല് വിശ്വാസവും അനുതാപവും തമ്മിലാണ് ഈശോ കണക്ട് ചെയ്തിരിക്കുന്നത്. അനുതാപം ഇല്ലാത്ത ഒരു നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയ്യോ അത് ദൈവസ്നേഹത്തിൽ നമ്മൾ അകന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് അത് തിരുത്തണമല്ലേ. അപ്പം അങ്ങനെ ഒരു തിരുത്തൽ ഡെയിലി നടക്കണില്ല എന്നുണ്ടെങ്കിൽ പണ്ടെങ്ങോ ഉണ്ടായ വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അനുദിന ജീവിതം സജീവമായി സാധ്യമല്ല. അതാ വിഷയം. അപ്പം കർത്താവ് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അനുതാപം ഉണ്ടോ. അപ്പം അനുതാപം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം പ്രോസസ്സാണെന്നാണ് ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കുന്നത്. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് ഒറ്റിക്കൊടുത്തൊന്നുമില്ല, കർത്താവിനെ തള്ളി പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ കർത്താവിനേക്കാൾ പ്രാധാന്യം താനായതുകൊണ്ട് കർത്താവിന് ആ സമയത്ത് ഇപ്പോൾ നാം പുറത്തു പോയി കൈപ്പോടെ കരഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മരണം വരെ അവൻ്റെ അനുതാപം അവൻ അനുതപിച്ചുകൊണ്ടേയിരുന്നു. അനുതാപം മരണം വരെ നീളുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പോഴാണ് നമ്മൾ വിശ്വാസിയായി ദൈവം നമ്മളെ പരിഗണിക്കുന്നത്.